യെസ്, നമസ്കാരം. നമ്മളുള്ളത് എവിടെയാണെന്ന് പറയണ്ടല്ലോ, തൃശ്ശൂരാണ്, തേക്കിൻകാട് മൈതാനത്താണ്. ദേ ജോപ്പോളേട്ടനും പിള്ളേരും നമുക്കൊപ്പം രാവിലെ ചേരുകയാണ്. ജോപ്പോളേട്ടാ, എന്തുട്ട് കഥയാണിത്? വലിയ കഥയാ. പിള്ളേരൊക്കെ പൊളി വൈബാണല്ലോ. പൊളിയാണോ? എല്ലാവരും നല്ല വൈബിലാ. തുടങ്ങാൻ പോവല്ലേ, നാളെ ഉദ്ഘാടനം. ഞങ്ങള് തൃശ്ശൂരിലേക്ക് വരുമ്പോഴേ കഴിഞ്ഞ തവണത്തെ ഒരു നിരാശ തൃശ്ശൂർ ടീമിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് മാറ്റാനുള്ള എല്ലാ തന്ത്രങ്ങളും മൈതാനത്ത് വലിയ മായാജാലം കാണിക്കാൻ തയ്യാറായിട്ടാണ് തൃശ്ശൂർ നിൽക്കുന്നത്. ഞങ്ങൾ സെറ്റാണ് എന്ന് എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? അതെ, നമുക്ക് പ്രാക്ടീസ് ഉണ്ടായിരുന്നു. നമുക്ക് 3 ആഴ്ചയായിരിക്കും നല്ല പ്രാക്ടീസിലാണ്. പിന്നെ നമ്മൾ എല്ലാവരും അധികം ഏജ് ഇല്ലാത്ത പ്ലേയേഴ്സാണ്, മലയാളികളും അതുപോലെ തന്നെ പുറത്തുനിന്നുള്ളവരെ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇത്തവണ എന്തെന്നുള്ളത്, തൃശ്ശൂർ നമുക്ക് കഴിഞ്ഞ വർഷം തൃശ്ശൂർ ഹോം മാച്ച് കളിക്കാൻ പറ്റിയിരുന്നില്ല. ഈ വർഷം എന്ത് ചെയ്തു, ടീം തന്നെ, അതായത് ഞങ്ങളുടെ മാജിക് തൃശ്ശൂർ തന്നെ കോർപ്പറേഷൻ സ്റ്റേഡിയം നമ്മൾ പുതിയതായിട്ട്, അതായത് ടർഫ് മാറ്റി പുതിയ ടർഫ് ഇട്ട്, അതായത് തൃശ്ശൂരിലെ കാണികൾക്ക് ആവേശമായൊരു മാച്ച് ഫുട്ബോൾ കളി കാണിക്കും. അതായത് ഹോം ടീമിനെ സ്വന്തം തട്ടകത്തിൽ കളിക്കാൻ അവസരം പ്രശ്നമല്ല. അതുകൊണ്ട് അത് തന്നെയാണ് ഈ കൊല്ലത്തെ ഏറ്റവും വലിയ പ്രാധാന്യം. കാരണം തൃശ്ശൂരിന്റെ ടീമായി മാറിയിരിക്കുകയാണ് തൃശ്ശൂർ മാജിക് എഫ് സി. ടോപ്പുള്ളവരൊക്കെ ഇവിടുത്തെ ഒരുപാട് കളിക്ക് നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ, ഗാലറി നിറഞ്ഞു കവിഞ്ഞ് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും, അതായത് തൃശ്ശൂർ എന്ത് കളി വെച്ചാൽ ഫുട്ബോൾ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും കാണികൾ വരും. അതാണ് തൃശ്ശൂരിൻ്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് മാച്ചുകൾ കാണാൻ സാധിച്ചിട്ടില്ല തൃശ്ശൂർ. അതുകൊണ്ട് ESLക്ക് വന്നതുകൊണ്ട് വളരെ, അതായത് പ്ലേയേഴ്സിനുള്ള ചാൻസ് ഉണ്ട്, കേരള പ്ലേയേഴ്സിന് ഒരുപാട് ചാൻസുകളുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ സ്വന്തം കാണികളുടെ മുന്നിൽ കളിക്കാനുള്ള അവസരം, അതാണ് തൃശ്ശൂരിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യും. അതാണ് ഏറ്റവും വലിയ, എനിക്കാണ് തൃശ്ശൂരിൻ്റെ ഒരു വൈബ്. ഓക്കെ, ഞാനത് വളരെ പെട്ടെന്ന് നമ്മളെ തൃശ്ശൂരിന്റെ യുവനിരയെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കമാല് ശരിക്കും ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് സ്ഥലം. ഗോളിയല്ലേ? കീപ്പറാണ്. അപ്പൊ ഇത്തവണ എങ്ങനെയുണ്ട് ടീമിനൊപ്പം ചേർന്നിട്ട്? പോസിറ്റീവാണ് എല്ലാവരും. കളിക്കാനായാലും ഭയങ്കര നമുക്ക് നന്നായി പറ്റുന്നുണ്ട്. എന്തായാലും ഈ കൊല്ലം നമുക്കൊരു മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഉറപ്പുണ്ട്. 19 വയസ്സാ? 20 വയസ്സ്. 20 വയസ്സല്ലേ? വളരെ ചെറുപ്പത്തിൽ വലിയൊരു ഭാഗ്യമാണ്. കോച്ചൊക്കെ എങ്ങനെയുണ്ട്? എല്ലാം ഉഷാറാണ്, ഭയങ്കര സപ്പോർട്ടീവാണ്, കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നുണ്ട്. ജിബിൻ ചേലക്കര അല്ലേ? ഓക്കെ, അത് ഇവിടെ തൊട്ടടുത്ത് തന്നെ. പൂരത്തിന് നേരത്തെ വന്നിട്ടുണ്ടല്ലോ ഇവിടെ? രണ്ടെണ്ണം മെയിനായിട്ട്, ഒരു പുലികളി, അതുപോലെ തന്നെ തൃശ്ശൂർ പൂരം, പിന്നീടാണ് ഫുട്ബോൾ. അതാണ്. എങ്ങനെയുണ്ട് ടീമിനൊപ്പം ഉള്ള? കുഴപ്പമൊന്നുമില്ല, എല്ലാവരും നല്ല ഹാപ്പിയാണ്. കോച്ചസ് ആണെന്നുണ്ടെങ്കിലും പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നേരത്തെ ജോബ് കോച്ച് പറഞ്ഞ പോലെ അധികം ഏജ് ഇല്ലാത്ത ഫോറിനേഴ്സ് ആണെന്നുണ്ടെങ്കിലും നോർമൽ നമ്മുടെ മലയാളി പ്ലെയേഴ്സ് ആണെന്നുണ്ടെങ്കിലും നല്ലൊരു സ്ക്വാഡായിട്ടാണ് ടീം വന്നേക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബാക്കിയുള്ള ആളുകൾക്കൊക്കെ തൃശ്ശൂർ എന്താണെന്നൊക്കെ പറഞ്ഞു കൊടുത്താ? തീർച്ചയായിട്ടും പിള്ളേരെ തന്നെ എല്ലാവരും കൊണ്ട് വൈകുന്നേരം നടക്കും. ഗ്രൗണ്ടിൽ തന്നെ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു വൈബാണല്ലോ. വൈകുന്നേരം ഒരു 4:30-5 മണി സമയത്ത് പ്രാക്ടീസ് ഇല്ലാന്നുണ്ടെങ്കിൽ നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് മനസ്സിലായി തുടങ്ങുന്നതുകൊണ്ട്, കാരണം അവര് തന്നെ വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കാനായിട്ട് നടക്കും. ഓക്കെ, തേയിലക്കാട്ടിൽ നിന്ന് തേക്കിൻകാട്ടിലേക്ക് വന്നൊരു താരമാണ് മൂന്നാറത്ത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? തൃശ്ശൂർ പൊളിയാടാ? നല്ല യങ് സ്ക്വാഡാണ്. അപ്പം എല്ലാവരും നല്ല എനർജിയാണ്. കളിക്കുമ്പോഴാണെങ്കിലും നല്ലൊരു ഫ്രണ്ട്ലി, കോച്ചസാണെങ്കിലും നല്ല സപ്പോർട്ടിങ് ആണ്. നല്ലൊരു എനർജി ഉണ്ട് ടീമിൽ ഇപ്പൊ തന്നെ. ഇപ്പം ഒരുപാട് താരങ്ങൾ, ഇപ്പൊ പ്രത്യേകിച്ച് ISL ഒക്കെ തകർത്ത് വാരിയ താരങ്ങളും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇപ്പം ഒന്ന് ഗ്രൗണ്ട് ഷെയർ ചെയ്യാം, ബോൾ ഷെയർ ചെയ്യാന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ്. വലിയ കാര്യം തന്നെയാണ്. അതൊക്കെ ലക്കിയാണ് സത്യം പറഞ്ഞാൽ. ലെനി എന്ന് പറഞ്ഞ പ്ലെയറിനെ ഒപ്പം കളിക്കാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യം. പിന്നെ അതേപോലെ നല്ല എക്സ്പീരിയൻസ് ഉള്ള കോച്ചസും ആണെങ്കിലും അതൊക്കെ ഒരു ഭാഗ്യമാണ്. എന്തായാലും ഇത്തവണ എന്താണ് ഒരു പേഴ്സണൽ ടാർഗറ്റ് എന്താണ്? നമ്മള് കപ്പടിക്കാൻ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ തവണത്തെ ക്ഷീണമൊക്കെ നമ്മളങ്ങ് മാറ്റും. അത്രേ ഉള്ളൂ. എന്തായാലും നമ്മള് കപ്പടിക്കും. മലപ്പുറമായിട്ടാണ് ഫസ്റ്റ് കളി. മലപ്പുറത്താണെങ്കിൽ കാണികൾ വളരെ അങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. നമ്മൾ അവരോട് എന്താ പറയാനുള്ളത്? നമ്മുടെ ടീം എല്ലാരും 100% ഇടും. പിന്നെ ബാക്കി കളിയുടെ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം നമ്മളെന്തായാലും ജയിക്കാൻ വേണ്ടി കളിക്കുള്ളൂ കളിക്കുമ്പോ. ഓക്കെ, തേജസേ ഇത് പാലക്കാടല്ലേ? ഇവിടെ പൂരനഗരിയിലൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ വന്ന് അടിച്ചു പൊളിച്ചു പോയതാണോ? അതെ, ഇനിയിപ്പോ കളിക്കാൻ വേണ്ടിട്ടാ. തൃശ്ശൂരിന്റെ ജേഴ്സി മേലേക്ക് കയറുമ്പോ പാലക്കാട്ടുകാരന് വല്ലാത്തൊരു അഭിമാനമുണ്ടോ? അഭിമാനമുണ്ട്. ഇവിടെ കാണികളുടെ ഫ്രണ്ടിൽ കളിക്കാനും ഭയങ്കര എക്സൈറ്റഡാ. പാലക്കാട്ടിൽ നിന്നൊക്കെ ആളുകൾ വണ്ടി പിടിച്ച് തൃശ്ശൂർ വന്ന് കളി കാണുമോ? പറയണം. നമ്മുടെ കേരളത്തിന്റെ ഫുട്ബോൾ കളത്തിലേക്ക്, തൃശ്ശൂരിന്റെ ഫുട്ബോൾ മൈതാനത്തേക്ക് ഒരാൾ കൂടി വരികയാണ്. തമിഴ്നാട്ടിൽ നിന്ന്, പോണ്ടിച്ചേരിയിൽ നിന്ന് സെന്തമിഴ്. എന്താണ് ഇവിടെ വന്നിട്ട്? തൃശ്ശൂര് പൊളിയല്ലേ? പൊളി. കൂട്ടുകാരൊക്കെ എങ്ങനെയുണ്ട്?
എല്ലാം അടിപൊളിയാ. ആ. എല്ലാരും നല്ല സപ്പോർട്ടീവാ. എല്ലാ ഫാമിലി പോലെ. ഏത് പൊസിഷനിലാണ്? സ്ട്രൈക്കർ. സ്ട്രൈക്കറാണ്. ഓക്കെ. അപ്പം വിദേശ താരങ്ങളുണ്ട്, മിഡ്ഫീൽഡിൽ നിന്ന് പന്തെത്തും, അത് കണക്ട് ചെയ്യാം, ബോൾ കൊണ്ടുപോയി ഗോൾ അടിക്കുക എന്നുള്ളത് വലിയ ഉത്തരവാദിത്തമാണ്. റെഡിയാണോ സിന്തബിൾ? റെഡിയാ. ഇത് മുന്നേ ഞാൻ തൃശ്ശൂർ വേണ്ടി കളിച്ചിട്ടുണ്ട്, ദുബായിൽ കളിച്ചിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ചാമ്പ്യനാ. ആ. ഇവിടെയും ചാമ്പ്യൻ ആവും. മണ്ണ് നമുക്ക് പ്രശ്നമല്ല, ചാമ്പ്യൻ പട്ടമാണ്. അതന്നെ. അപ്പൊ എന്തായാലും പൊളിക്കണം കേട്ടോ. ഗ്രൗണ്ടിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യും സിന്തബിളിനെ. ജോപ്പോളേട്ടാ, CV പാപ്പച്ചൻ, IM വിജയൻ, ജോപ്പോൾ അഞ്ചേരി, നമ്മൾ ഈ തേക്കിൻകാട് മൈതാനത്ത് നിൽക്കുന്ന ഈ കുട്ടമാറ്റത്തിന് നിൽക്കുന്ന സമയത്ത് നമ്മൾ ആനകളുടെ പേര് പറയുന്നത് പോലെയാണ് ഈ പേര് ഒരു കാലത്ത് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അന്നത്തെ കാലത്ത് നമ്മൾ ഈ തലമുറയിലെ ഫുട്ബോൾ താരങ്ങൾ ഇപ്പം തൃശ്ശൂരിൽ വീണ്ടും എത്തുമ്പം വല്ലാത്തൊരു സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ 2000-ലാണ് അവസാന സന്തോഷ് ട്രോഫി ഇവിടെ കളിച്ചത്, നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ, കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. അതിനുശേഷം 25 വർഷമാണ് വീണ്ടും നമുക്ക് തൃശ്ശൂർ ടൂർണമെൻറ്റുകൾ വന്ന് പോയിട്ടുണ്ട്. അത് പറഞ്ഞ ഒരു മേജർ ടൂർണമെൻറ്റ്സ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു നാഷണൽ ഗെയിംസിൻ്റെ വുമൻസ് കളി വന്നിട്ടുണ്ട്. അപ്പം SLK ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഓരോ ഡിസ്ട്രിക്റ്റിനും ഓരോ ഇതുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങൾ കണ്ണൂർ കാലിക്കറ്റും കളിച്ചിരുന്നു, തൃശ്ശൂർ മലപ്പുറത്താണ് കളിച്ചത്. അതും ഒരു മാറ്റം വന്നപ്പോൾ തന്നെ എല്ലാവർക്കും എല്ലാവരും അറിയുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിനുള്ളിൽ പോയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. കാരണം എന്നാ കളി തുടങ്ങണേ എല്ലാവരും ഒരു ആകാംക്ഷയിലാണ് ഇരിക്കുന്നത്. അതുപോലെ ഗ്രൗണ്ടിൻ്റെ പണികളായിരുന്നു. ഇത് പെട്ടെന്ന് കഴിയുമോ, നമ്മുടെ ഫസ്റ്റ് കളി ഇവിടെ ഉണ്ടാവുമോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ്. ആ ഒരു ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമ്മളൊക്കെ അറിയാം കാണികൾ എന്തോരം ഇൻട്രസ്റ്റഡ് ആയി നിൽക്കുന്നുണ്ട്. ആദ്യ കളി മലപ്പുറമായിട്ട് വരുന്നത്. അപ്പൊ കഴിഞ്ഞ തവണ നമ്മുടെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു. ജോപ്പോളാണെങ്കിൽ അന്ന് കഴിഞ്ഞ തവണ കൊച്ചിയുടെ കൂടെ വന്ന് അവസാന നിമിഷം കപ്പടിക്കാൻ പോയത് പറ്റാത്തതിനൊരു നിരാശയുണ്ട്. പക്ഷെ ഇത്തവണ സ്വന്തം നാടിന് വേണ്ടി കപ്പടിക്കാന്നുള്ളവരാണ്. തീർച്ചയായിട്ടും നമ്മൾ എവിടെ പോകുന്നത് ഇതാണ് പ്രൊഫഷണൽ മെന്റാലിറ്റി. ഇപ്പം ഞാൻ പ്ലേയേഴ്സിൻ്റെ അടുത്തായാലും പറയുന്നത് നമ്മൾ എവിടെ പോകും അവിടെ നമ്മൾ വിൻ ചെയ്യുക എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഫൈനലിൽ 2-1 തോറ്റു. പക്ഷെ അതിൽ നമുക്ക് പ്രശ്നങ്ങൾ മീൻസ് അത് നമ്മൾ കളിയുടെ ബേസായിട്ട് എടുക്കുക. പരമാവധി നമ്മുടെ ടാർഗറ്റ് എന്താ, വിൻ ചെയ്യുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഒരു പ്രൊഫഷണൽ മെന്റാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഏത് ക്ലബ്ബിൽ പോയാലും നമ്മുടെ കളി കളിച്ചാൽ നമ്മളെ ആൾക്കാരെ വിളിക്കും. അതാണ് മെയിനായിട്ട് നമ്മൾ കണ്ടത്. കാരണം ഇന്നത്തെ കാലത്ത് ഒരുപാട് ചാൻസുകളാണ്. ഇപ്പോൾ നമ്മൾ പറയുന്ന SLK വരുന്നു, അതിന് ശേഷം KPL വരുന്നു, അതിന് ശേഷം വീണ്ടും ISL വരും, I-League വരും. അപ്പം നല്ല പ്ലേയേഴ്സിന് ഒരു ചാൻസാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അവർ എന്തോ ഞങ്ങളിൽ തന്നെ ഒരുപാട് പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും അങ്ങനെ ഫോറിനേഴ്സായിട്ട് കളിക്കാത്തവർ. പക്ഷെ അവരൊക്കെ ചാലഞ്ച് ചെയ്ത് കളിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി അവരെ ഇമ്പ്രൂവ് ആവാൻ വരുന്നത്. പേടി വരുന്നില്ല, പേടിയൊക്കെ മാറി. കാരണം നമ്മൾ ഇതിനാളും ഹൈറ്റും വെയിറ്റും കൂടിയ പ്ലേയേഴ്സിന് കൂടിയാണ് കളിക്കുന്നത്. അപ്പോൾ അതൊരു കോൺഫിഡൻസ്, ഇവർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. അതാണ് ഈ SLKയുടെ ഗുണം. കാരണം ജൂനിയർ പ്ലേയേഴ്സിന് പരമാവധി ചാൻസ് കൊടുക്കുക. അത് അവരുടെ റൂളിൽ തന്നെ ഉണ്ട്. Under 23 2 പേര് മസ്റ്റ് ആയിരിക്കും. അപ്പം അതൊക്കെ നോക്കുമ്പോൾ ഓരോ 6 ടീമുണ്ട്, 6 ടീമിൽ തന്നെ നോക്കുക. അറ്റ്ലീസ്റ്റ് 12 പ്ലേയേഴ്സ് നമുക്ക് കളിക്കുന്നുണ്ട്. അത് 3-4 പ്ലേയേഴ്സ് ഉണ്ടായിരിക്കും ഒരു ടീമിൽ. അതാണ് ഇതിൻ്റെ ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. തൃശ്ശൂരിൽ നമ്മൾ ഇത്തവണ കണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത, ഒരുപാട് യുവതാരങ്ങളുണ്ട് കേട്ടോ. മറ്റ് ടീമുകളെ അപേക്ഷിച്ച് കുറെ കൂടി പുതിയ താരങ്ങൾക്ക് അവസരം കൊടുക്കാനുള്ള ഒരു ശ്രമം തൃശ്ശൂരിന്റെ ഭാഗത്തു നിന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും അത് തന്നെയാണ് നോക്കിയിരുന്നത് നമ്മൾ. കാരണം നമ്മളിപ്പോൾ എടുക്കുന്ന പ്ലേയേഴ്സ് നമുക്ക് അറ്റ്ലീസ്റ്റ് 2-3 വർഷത്തേക്ക് നമുക്ക് കളിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ഏജ് കൂടിയ പ്ലേയേഴ്സിനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് അവർ പോകും. 2-3 കൊല്ലം നമ്മുടെ കൂടെ തന്നെ കളിക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അവർക്ക് പിന്നെ മറ്റുള്ള ക്ലബ്ബുകളിലേക്ക് പോകുന്നത് വരില്ല. അങ്ങനല്ലേ പ്രൊഫഷണലാണെങ്കിൽ നമ്മൾ എവിടെ നമ്മുടെ മോണിറ്ററി അത് നമ്മൾ എന്തായാലും പോകും. പക്ഷേ പ്ലേയേഴ്സിനെ കളിക്കാനുള്ള അവസരം, അതായത് ജൂനിയർ പ്ലേയേഴ്സിനെ നിർത്തിക്കഴിഞ്ഞാൽ 3-4 വർഷം ഒരു ടീമിൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ അതൊരു ബെനിഫിറ്റാണ് ടീമിന്. ISL ക്ലബ്ബുകളുടെ നോട്ടം കേരളത്തിലേക്ക് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും പെർഫോം ചെയ്യുന്നവരൊക്കെ തീർച്ചയായിട്ടും. കാരണം ഈ കൊല്ലം ഇവർക്ക് നല്ല ചാൻസാണ്. കാരണം ISL ഭയങ്കര ഡിലേ ആയിട്ടാണ്. അതാണ് എനിക്ക് തോന്നുന്നത് ജനുവരി ആവും അല്ലെങ്കിൽ ഡിസംബർ അവസാനമായിരിക്കും. അപ്പോൾ ഈ കളി കഴിഞ്ഞ വർഷം തന്നെയാണ് ISL വരുന്നത്. അതും സെക്കൻഡ് വിൻഡോ ഓപ്പൺ ആവുന്ന ടൈം. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവർക്ക് നല്ല മക്കളെ അല്ലേ. ഇതിനാണ് നല്ലൊരു ചാൻസ് കിട്ടില്ല. പരമാവധി യൂസ് ചെയ്യുക. അതാണ്. ഓക്കെ, ഒറ്റ കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. തൃശ്ശൂരിലെ കാണികളോട് എന്താണ് പറയുന്നത്? നിങ്ങൾ നിരാശരാവേണ്ടി വരില്ല. ഇല്ല, ശരിക്കും പറഞ്ഞാൽ കാണികളോട് പറയുന്നത് തൃശ്ശൂരിന്റെ ടീമാണ്, സ്വന്തം ടീമാണ്. എല്ലാവരും വരെ സപ്പോർട്ട് ചെയ്യുക. അതെന്തായാലും എനിക്കറിയാം തൃശ്ശൂർ ഫുട്ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്കധികം ആവേശം കൊള്ളുന്നൊരു ഡിസ്ട്രിക്ട് തന്നെയാണ് തൃശ്ശൂർ. അതുകൊണ്ട് തന്നെ ആ ഒരു വൈബ് കൂടി ഉണ്ടായിരിക്കും. പിന്നെ ഞങ്ങൾ അടിച്ചു പൊളിക്കും. അതന്നെ ഞങ്ങളുടെ ടാർഗറ്റ്. നേരത്തെ പറഞ്ഞ പോലെ കപ്പാണ് മുഖ്യം ലീഗിലെ.
എന്താണ് ഗഡികൾ എങ്ങ് പോരുന്നത്? നമ്മൾ തൃശ്ശൂർ ഭാഷയിൽ എങ്ങനെ പറയാം? നമ്മൾ എനിക്ക് വലിയ വശമില്ല. നമ്മുടെ കളി കാണാൻ തൃശ്ശൂർ നല്ല ഗംഭീര ടീമാണ് കേട്ടോ, പോളി ടീമാണ്. കന്നി മത്സരത്തിൽ, ആദ്യ മത്സരത്തിൽ മലപ്പുറമാണ് എതിരാളികൾ. എതിരാളികളെ കുറിച്ച് ഓർക്കുന്നതേ ഇല്ല. കപ്പ് തേക്കിൻകാട് മൈതാനത്തുണ്ടാകും. ശക്തരായ സ്ട്രോങ് ആയ ടീമായാണ് ഇത്തവണ തൃശ്ശൂർ മാജിക് FC എത്തുന്നത്. തൃശ്ശൂരിൽ നിന്ന് വിഷ്ണുവിനൊപ്പം മഹേഷ് പോലോർ, മീഡിയ 1.